ഹായ് ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സുഹൃത്തുക്കളെ, പാലക്കാട് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാലക്കാട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഒരു കാഴ്ച കാണുന്നത്. നല്ല കൗതുകമുള്ളൊരു കാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ നല്ല തിരക്ക്. ഇതിൻ്റെ എതിർവശത്താണെങ്കിൽ കുറേ ഇൻസെക്ട്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഷേപ്പുകളൊക്കെ വെച്ചിട്ട് മറ്റൊരു കാഴ്ച കൂടി കാണാനായിട്ട് ഇടയായി. അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പാലക്കാട് ഫസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒരു കൗതുകമായി. കാരണം അത്രയും ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. മാത്രമല്ല ഇവിടെ വലിയൊരു ബോർഡും വെച്ചിട്ടുണ്ട്. ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന ഒരു വെള്ളച്ചാട്ടവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ റേറ്റ് 120 രൂപയാണ്. പക്ഷേ ടിക്കറ്റ് എടുക്കാനായിട്ട് വലിയ ക്യൂ ആണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ തടിച്ച് തിങ്ങി നിൽക്കുകയാണ്. എന്താ പറയുക, ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് കയറാനായിട്ട് അതിലും വലിയ ക്യൂ. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നമ്മൾ ഉള്ളിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ തിരക്കൊന്ന് നിങ്ങളെ കാണിക്കുകയാണ്. നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ ഈ ഒരു ട്രിപ്പിന് വന്നിട്ടുള്ളത്. ഞായറാഴ്ചയാണ് നമ്മൾ പാലക്കാട് കറങ്ങാനായിട്ട് വന്നത്. അതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക് തോന്നിയത്. ഒന്നും പറയാനില്ല, അത്ര തിരക്കാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറാണ്. ഉള്ളിലോട്ട് കയറുമ്പോൾ ഈ ഒരു കാഴ്ചയാണ്. കുറേ പേര് കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പുറത്തോട്ടും പോകുന്നുണ്ട്. നമ്മളങ്ങനെ ഇതിൻ്റെ ഉൾവശത്തേക്ക് കിടക്കുകയാണ്. നിറയെ ആളുകളായതുകൊണ്ട് നമുക്ക് ശരിക്കും നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഉള്ളോട്ട് കയറിയപ്പോഴും ഇതന്നെയാണ് കേട്ടോ, കുറേ ഇൻസെക്ട്സിൻ്റെ ആ ഒരു ഷേപ്പ് റോബോട്ടിക് ആയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാതും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു തുമ്പി, അതുപോലെ തന്നെ അപ്പുറം രണ്ട് സൈഡിലായിട്ട് തന്നെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലാണെങ്കിൽ ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ അടിച്ചിട്ട് കുറേ കുടകൾ ഇങ്ങനെ ഞാത്തിയിട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ശരിക്കും കാഴ്ചകൾ കാണാൻ പറ്റില്ല. നമ്മൾ അത്രയും ഫോണൊക്കെ അത്രയും പൊക്കി പിടിച്ചിട്ടാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത്. അത്ര തിരക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. വലിയ ആളുകൾക്കും ഇത് കാണുമ്പോൾ നല്ലൊരു കൗതുകമായിരിക്കും. കാരണം അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തേനീച്ചയുടെ കൂടും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ബട്ടർഫ്ലൈ, അതുപോലെ വണ്ട്, തേള്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലവർ, വണ്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണ്. കുട്ടികൾക്കായിരിക്കും ഇത് ഏറെ ഇഷ്ടപ്പെടുക. ഇവിടുത്തെ ഒരു പുൽച്ചാടി, നമ്മളിങ്ങനെ എപ്പോഴും കാണുന്ന, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന കുറേ ജീവികൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും ഇതെന്തൊക്കെ സാധനങ്ങളാണെന്ന്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു ഭാഗത്തായിട്ട് തേളിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തേളിൻ്റെ ഒരു കൊമ്പും അതുപോലെ തന്നെ ആ ബാക്കിലത്തെ ആ സാധനമൊക്കെ ശരിക്കും നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇവരുടെ വർക്ക് സൂപ്പറായിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയാൽ കാണാൻ എന്തോരം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല നീളത്തിലുള്ള ആ ഒരു കൊമ്പൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ സാധനവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്. നമ്മളിങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി കുറച്ചും കൂടി ഉള്ളിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ലൊരു ആർച്ച് പോലെ കവാടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്ലവറാണ് കേട്ടോ. ശരിക്കും നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് കൂടിയായപ്പോൾ നല്ല എഫക്റ്റാണ്. കാണുന്ന ആളുകൾക്ക് ശരിക്കും കൗതുകം ഉണർത്തുന്ന കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു മെയിനായിട്ടുള്ള സംഭവം നമ്മൾ കാണാനായിട്ട് ഇടയായത്. അതായത് മനുഷ്യ നിർമ്മിത വെള്ളച്ചാട്ടമായിട്ടുള്ള സറൈൽ വാട്ടർഫാൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണ് ശരിക്കും നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതായത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. ശരിക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ. ആ കളറും സംഭവങ്ങളൊക്കെ കൂടിയിട്ട് കാണുമ്പോഴേ. അതുമാത്രമല്ല എന്തോരം ആളുകളെ കൊണ്ട് ശരിക്കും നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല, അത്രയും അധികം ആളുകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായിട്ടുള്ള നയാഗ്ര വാട്ടർഫാൾസിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ പാട്ട്, അതായത് നല്ല അടിപൊളി പാട്ടുകൾ വെച്ചിട്ട് ഇങ്ങനെ നല്ല വൈബാണ് കേട്ടോ. ആളുകളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കയറിയ ആളുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ പല ഇൻസെക്ട്സിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇവിടെ വിട്ടു പോകാനായിട്ട് തോന്നില്ല, കാരണം അത്ര അടിപൊളിയായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഇതാണ് നമ്മളുടെ നയാഗര വാട്ടർഫാൾസിൻ്റെ അതിബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു മോഡൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം കാണുന്ന അതേ എഫക്റ്റ് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല, അത്രയും തിരക്കാണ്, അവിടെ അങ്ങോട്ട് അടിക്കാൻ പറ്റുന്നില്ല. കുറേ നേരം നമ്മൾ നിന്നിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വരാനായിട്ട് പറ്റിയത്. ഇവിടെ കുട്ടികളൊക്കെ കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്, അതുപോലെ വലിയ ആളുകളുണ്ട്, കുറേ ആളുകളുണ്ട് കേട്ടോ. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുകളുണ്ട്. എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കുറച്ച് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് നനയാനൊക്കെ ആയിട്ട് പറ്റും. ശരിക്കും നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ ഫീൽ ആയിരിക്കും, അതേ സെയിം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. ആ ഒരു വെള്ളത്തരികൾ ഇങ്ങനെ മുഖത്തേക്കും ശരീരത്തിലേക്കൊക്കെ തെറിക്കുകയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്, കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മുൻവശത്ത് നിന്ന് കാണുമ്പോൾ അതൊക്കെയാണ് കാണുന്നത്. ആളുകൾ ചെറുതായിട്ട് ഇങ്ങനെ ഒച്ചയെടുക്കുന്നതും അതിൽ കയറിയിട്ട് എൻജോയ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഇവിടേക്ക് നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റുക. അത് കണ്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്, എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. സംഭവം താലി കൊള്ളാം, 120 രൂപയ്ക്ക് കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ഫസ്റ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തുമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.